കോട്ടയം UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം കൊണ്ട് വലിയ അത്ഭുതം സംഭവിച്ച ജില്ലയാണ് കോട്ടയം. പക്ഷേ ഇത്തവണ അവിടെ നിന്ന് ലോക്സഭാ ഇലക്ഷൻ്റെ ഒക്കെ ഒരു പാറ്റേൺ അനുസരിച്ച് വലിയ മാറ്റം സംഭവിക്കുമോ? ഇതാണ് കഴിഞ്ഞ തവണത്തെ നില. 9-ൽ 5 സീറ്റ് LDF, 4 സീറ്റ് UDF എന്നുള്ളതായിരുന്നു. ഇത്തവണ എന്ത് സംഭവിക്കും? ഷിനോജ് ST ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ഫലം പല അർത്ഥത്തിൽ വളരെ വളരെ പ്രസക്തമാണ് ഭാവി കേരള രാഷ്ട്രീയത്തിന്. ഒന്ന്, കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പാണ്. ഏതാണ് കേരള കോൺഗ്രസ്, ഏതാണ് കേരള കോൺഗ്രസിന്റെ സ്വാഭാവിക മുന്നണി? ഇത് തീരുമാനിക്കപ്പെടും. വീണ്ടും ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ റിസൾട്ട് എന്തെന്നുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിക്കും അവരുടെ ഭാവി മുന്നണിക്കും വളരെ വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ എത്രമാത്രം ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയും? പാലായിൽ മത്സരിക്കുന്നു ഷോൺ ജോർജ്, PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങൾ എത്രമാത്രം NDAക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിലും കേരള കോൺഗ്രസ് എങ്ങനെ തുടരണം എന്ന കാര്യത്തിലും അതിനിർണായകമാവുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. എന്തൊക്കെ മാറ്റം മറിച്ചിലുകൾ ഇത്തവണ ഉണ്ടാകും? എന്താണ് കോട്ടയം ജില്ലയുടെ ഗ്രൗണ്ട്? അഭിലാഷ്, കോട്ടയത്തുള്ള ആകെ 9 മണ്ഡലങ്ങളിൽ 2 മണ്ഡലം ഒഴികെ, കോട്ടയവും പുതുപ്പള്ളിയും ഒഴികെ 7 മണ്ഡലങ്ങളിലും അതിശക്തമായ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതിൽ പാലായിലും പൂഞ്ഞാറിലും അതിശക്തമായ ത്രികോണ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. പാലായിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ശക്തമായ രീതിയിലുള്ള ഷോൺ ജോർജ് കൂടി എത്തിയതോടുകൂടി ഒരു ത്രികോണ പോരാട്ടം, അതിശക്തമായ ത്രികോണ പോരാട്ടം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രചാരണത്തിൽ ഷോൺ വളരെയേറെ മുന്നിലാണ്. അതെല്ലാം തന്നെ വോട്ടായി മാറുമോ എന്നത് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. പൂഞ്ഞാറിലും സമാനമായ രീതിയിൽ PC ജോർജിന്റെ പഴയ ഒരു പ്രതാപം നിലവിലില്ല എങ്കിൽ പോലും PC ജോർജിന് BJPയുടെ ഒക്കെ തന്നെ സ്വാധീനം, തരത്തിൽ പഴയ ജനപക്ഷം, അത്തരത്തിൽ പല ഘടകങ്ങളും PC ജോർജിന് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നു എന്നത് പൂഞ്ഞാറിൻ്റെ ജനവിധി തീരുമാനിക്കും. കഴിഞ്ഞ തവണ അത് LDFന് അനുകൂലമായിരുന്നു. ഇത്തവണ LDFനോ UDFനോ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകും. അവർക്കായിരിക്കും പൂഞ്ഞാറിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ളൊരു പോളിംഗ് ഉണ്ടാവുക. കടുത്തുരുത്തിയിലും കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ തന്നെ LDF UDF മത്സരം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റുമാനൂരിൽ ഒരു ഈസി വാക്കോവറാണ് മന്ത്രി VN വാസവൻ പ്രതീക്ഷിച്ചതെങ്കിൽ അവിടെ ഒരു അതിശക്തമായ രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷാണ് മത്സരിക്കുന്നത്. പല തരത്തിലുള്ള സാമുദായിക ഘടകങ്ങളൊക്കെ തന്നെ അവിടെ പരിഗണിക്കുന്ന സമയത്ത് വലിയ തരം മത്സരം അവിടെ നടക്കുന്നുണ്ട്. കടുത്തുരുത്തിന് സമാനമായ രീതിയിൽ ഈസി വാക്കോവറാണ് മോൻസ് ജോസഫ് പ്രതീക്ഷയെങ്കിൽ പോലും LDFന്റെ സ്ഥാനാർത്ഥി, വനിതാ സ്ഥാനാർത്ഥിയോട് എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള മത്സരം കടുത്തുരുത്തിയിലുമുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് വൈക്കമാണ്. വൈക്കത്ത് ഒരു ഈസി ആയിട്ടുള്ള ഒരു വിജയം, അത് CPയുടെ ഒരു കരുത്തറ്റ കോട്ടയാണ് വൈക്കം എന്ന് പറയുന്നത്. പക്ഷേ പല ഘടകങ്ങളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വൈക്കത്ത് പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന്, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും വലിയ ചർച്ചയായി മാറിയ ഇന്ന് വൈക്കം തലയാഴത്തെ CPയുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ ഒരു കർഷകൻ തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പ്രാദേശിക തരത്തിലുള്ള CP നേതാക്കളെയൊക്കെ തന്നെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടാണ് അത്തരത്തിൽ ഒരു കർഷകൻ അത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. അത് വലിയ രീതിയിൽ മണ്ഡലത്തിലുടനീളം ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല ഇന്ന് UDF കൊട്ടിക്കലാശം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിനോടുള്ള ആദരസൂചകമായി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ UDFും BJPയും ഒരുപോലെ തന്നെ അവിടെ വലിയ രീതിയിൽ ഈ കർഷകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആയുധമാക്കുന്നുണ്ട്. നേരത്തെയും വൈക്കത്ത് പലതരത്തിൽ വിവാഹിതമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വൈക്കത്ത് അട്ടിമറി ഉണ്ടാകുമെന്നാണ് കാര്യം. അങ്ങനെ വൈക്കത്ത് ഒരു അട്ടിമറി ഉണ്ടാവുകയാണെങ്കിൽ അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ മത്സര ബലമാകും വൈക്കത്ത് ഉണ്ടാവുക എന്ന കാര്യം സംശയം. മാത്രമല്ല BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അവിടെ നേരത്തെ CPയുടെ MLA മണ്ഡലങ്ങളിലെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ കാര്യമായ മത്സരമില്ല. വൈക്കവും ഏറ്റുമാനൂരുമാണ് ഇടത് കക്ഷികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങൾ. മറ്റു മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിന്റെ മണ്ഡലങ്ങളാണ്. ഇവിടങ്ങളിലൊക്കെയുള്ള വോട്ട് ഷിഫ്റ്റ് എന്നുള്ളത് കൗതുകകരമായ രാഷ്ട്രീയ വിശകലനത്തിന് പാത്രമാക്കേണ്ടി വരും.